എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാമ്പാറൊക്കെ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മൾ പരിപ്പൊന്നും വേവിക്കാനൊന്നും നിൽക്കേണ്ട, അതിനുള്ള സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് അത് 1 കപ്പ് 250 ml കപ്പാണ് എൻ്റേത്. അപ്പോൾ അതിൽ 1 കപ്പ് നിറച്ച് തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പരിപ്പാണ്. നമ്മൾ സാധാരണ പരിപ്പ് വട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കടലപ്പരിപ്പില്ലേ, ആ കടലപ്പരിപ്പ് 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊരു മണം വരുന്നത് വരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം നമുക്ക് പൊടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വീണ്ടും അതേ പാനിൽ തന്നെ 1/4 കപ്പ് മല്ലി ചൂടാക്കിയെടുക്കണം. അപ്പോൾ 1/4 കപ്പ് മല്ലി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏലക്കായും ഗ്രാമ്പും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു മണവും അതുപോലെ നല്ലൊരു സ്വാദും കിട്ടും. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങുന്ന സാമ്പാർ പൊടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പോലെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ പാക്കറിലൊക്കെ വാങ്ങുമ്പോൾ അതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ഉണ്ട്. ഇതിലതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വളരെ നാച്ചുറലായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വെച്ച് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ അവസാനം പൊടിച്ചെടുക്കുന്നത്. ഇനിയും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഉണക്കമുളകാണ്. അപ്പോൾ ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ മുളകിന് നല്ല എരിവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എരിവ് കുറവുള്ള മുളകൊക്കെ ആണെങ്കിൽ ഒരു 15ഓ 20ഓ ചേർത്ത് കൊടുക്കാം. ഇനി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടാം, ഒരു 25 വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതും നമുക്ക് ചൂടാറാനായിട്ട് വെക്കണം. ഇനി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവിലാണ് ഉലുവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജീരകമാണ്. 2 ടീസ്പൂൺ അളവിലാണ് ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ജീരകമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ അറിയപ്പെടുന്ന ജീരകം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോഴും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തീ എപ്പോഴും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യം മുതലേ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ പൊടിക്കുമ്പോൾ നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടും. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തീ എപ്പോഴും കുറഞ്ഞ തീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒരിക്കലും വെക്കരുത്. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇപ്പോൾ നല്ലപോലെ പൊട്ടി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരണം. നമ്മുടെ കൈ കൊണ്ട് ഞെരിച്ച് കഴിഞ്ഞാൽ അത് പൊടിയുന്ന ആ ഒരു പരുവത്തിലേക്ക് വരണം. അതുവരെ നമുക്കിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെരുങ്കായമായിട്ട് ആ കട്ട പോലെ ആണെങ്കിൽ അത് കുറച്ച് ഒരു ചെറിയ കഷ്ണം കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പൊടിയാണെങ്കിൽ ഇതുപോലെ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തത്. ഇനി നമുക്ക് ഒരു വേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊടിയണുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന ആ ഒരു പാകം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റാം, അടപ്പത്തു നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വേണ്ടി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നോക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടപ്പത്തു നിന്ന് മാറ്റി നമ്മൾ നേരത്തെ പരിപ്പൊക്കെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് തട്ടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പൊടി ഉപ്പ് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയ ശേഷം മിക്സിയുടെ ഗ്രൈൻഡിങ് ജാറിലേക്ക് ഇട്ട് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് നമുക്കിത് കിട്ടണം. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടോടുകൂടി പൊടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ സാമ്പാർ പൊടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റിയത് നല്ല പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇത് പൊടിഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദാ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് പുറത്തൊരു 2 മാസം വരെ കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവ് ഡബിളാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ കാലം ഈ സാമ്പാർ പൊടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഈ പൊടിച്ചെടുത്തിരിക്കുന്ന സാമ്പാർ പൊടിക്ക് കടയിൽ കിട്ടുന്ന സാമ്പാർ പൊടിയുടെ ആ ഒരു കളറൊന്നുമില്ല. കാരണം ഞാനിതിൽ ചേർത്തിരിക്കുന്ന ഉണക്കമുളകിന് കളർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളറുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കാണാൻ അട്രാക്റ്റീവായിട്ട് തോന്നണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണക്കമുളക് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കാശ്മീരി മുളക് കൂടി ആ കൂട്ടത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. കാശ്മീരി മുളക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിരിയൻ മുളക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ പൊടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറ് കിട്ടും. അതും അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പൊടിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകയാണെങ്കിലും നല്ലൊരു കളറൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സാമ്പാർ പൊടിക്ക് ഇത്തിരി കളറ് കുറവ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ടുള്ള സാമ്പാർ പൊടി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സാമ്പാർ പൊടി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മുടെ പുറത്ത് ഒരു 2 മാസം വരെ ഇരിക്കും. ഫ്രിഡ്ജിലാണെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നമുക്ക് സാമ്പാർ പൊടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നല്ല ശുദ്ധമായ സാമ്പാർ പൊടി നമുക്ക് വളരെ കുറഞ്ഞ സമയവും കുറഞ്ഞ ചിലവ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ അളവിൽ നമ്മൾ സാമ്പാർ പൊടി തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞ ചേരുവകളുടെ എല്ലാം ഡബിളായിട്ട് എടുത്താൽ മതിയാകും. പിന്നെ ഇതുപയോഗിച്ച് നമ്മൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ പരിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പരിപ്പില്ലാതെ തന്നെ നമുക്ക് ഈ സാമ്പാർ പൊടി ഉപയോഗിച്ച് നല്ല സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളിതിൽ ഓൾറെഡി പരിപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവിച്ച ശേഷം കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ സാമ്പാർ പൊടി, അതുപോലെ കടുക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടി അല്ലെങ്കിൽ അല്ലാതെയോ നമുക്ക് സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പരിപ്പിൻ്റെ ആ ഒരു ആവശ്യമൊന്നുമില്ല. പരിപ്പ് വേവുന്ന ആ ഒരു സമയമൊന്നും നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഇൻസ്റ്റൻറ്റ് സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ സാമ്പാർ പൊടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.